ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയൊരു ഫ്ലവറാണ്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഫ്ലവറാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. മെയിൻലി നമുക്കതിന് വേണ്ടത് ഒരു ഫോം ഷീറ്റും ഒരു നടുക്ക് വയ്ക്കാൻ ചെറിയൊരു ഫ്ലവറുമാണ് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഫോം ഷീറ്റ് ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഒരു പ്രത്യേകിച്ച് ഒരു സൈസൊന്നും ഞാൻ പറയുന്നില്ല, ഒരു നീളവും വീതിയൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഏകദേശം നമുക്ക് ഇതുപോലെ ഇരിക്കുന്ന രീതിയിൽ ഒരു ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൽ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയാണ് അത് കട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് ആ ഒരു കോർണർ പോർഷനിലേക്കുള്ളത് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ആ ഒരു ഫോം ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്യാതെ നമുക്ക് ചെറുതായിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പകുതി ഭാഗം മാത്രം ചെറുതായിട്ട് അറ്റം വരെ കട്ട് ചെയ്ത് കൊടുക്കാം. അവസാനമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കോർണർ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് നമ്മുടെ ഫോം ഷീറ്റ് കിട്ടുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഫ്ലവർ, സെൻറ്ററിൽ വയ്ക്കാൻ എടുത്ത് വെച്ചിരുന്ന ഫ്ലവർ എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ അറ്റത്തായിട്ട് കൊടുത്തിട്ട് ആ അറ്റം മുതൽ ഈ അറ്റം വരെ ചുരുട്ടിയെടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ചുരുട്ടുമ്പോൾ തന്നെ അതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ചുരുട്ടി വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് അതിനൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. ഇതുപോലെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് ആ പോർഷൻ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മളിവിടെ ഫ്ലെക്സ് ക്യൂക്കാണ് യൂസ് ചെയ്യുന്നത്. ഫോം ഷീറ്റ് ആയതുകൊണ്ട് ഒട്ടാൻ എളുപ്പത്തിന് വേണ്ടി ഫ്ലെക്സ് ക്യൂക്കാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ഷേപ്പിലായിട്ട് നമുക്ക് ആ ഫോം ഷീറ്റ് വെച്ചിട്ടുള്ള ഫ്ലവർ കിട്ടും. ഇനി നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെയർ ബാൻഡിലോ അല്ലെങ്കിൽ നമുക്കൊരു ടിക് ടാക്ക് സ്ലൈഡിലോ ഇവിടെയൊക്കെ നമുക്കത് വേണമെങ്കിൽ ഒട്ടിച്ച് ചേർക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി വേണമെങ്കിൽ ചെറുതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ടിക് ടാക്കിൻ്റെ സ്ലൈഡിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ ബുഷിലൊക്കെ നമുക്ക് ഒട്ടിച്ച് കൊടുത്ത് നമുക്കത് തലയിലൊക്കെ ഇടാനൊക്കെ പറ്റും. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഫ്ലവേഴ്സിൻ്റെ ഇതളൊക്കെ ഒന്ന് വിടർത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും.